പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ് വേവിച്ചത്, ശർക്കര ഉരുക്കിയെടുത്തത്, 1-ാം പാല്, 2-ാം പാല്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, തേങ്ങ ചെറുതായി എരിഞ്ഞത്, ഏലക്കായ, ഇത്രയും ഐറ്റംസ് ഉപയോഗിച്ച് നല്ലൊരു പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഉരുളി എടുത്തു വെച്ച് തേങ്ങ വറുക്കുന്നതിന് ആവശ്യമായ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടുരുളി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അതൊക്കെ മുകളിൽ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതേപോലത്തെ ഒരു ഉരുളിയാണ് എടുത്തത്. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് അത് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം. ഒരു വെറൈറ്റി പായസമാണ് തയ്യാറാക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം രമ്യയുടെ അച്ഛനും കൂടി ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടായി. അന്ന് അച്ഛൻ്റെ കൂടെ ഞാനാണ് ഈ പായസം വയ്ക്കാൻ നിന്നത്. അപ്പോൾ അച്ഛനിലൂടെ പഠിച്ച ഒരു പായസമാണ്. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇന്നും അങ്ങനെയാണ് ഞങ്ങൾ പരിപ്പ് പ്രഥമൻ വയ്ക്കാറ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക രീതിയിലാണത് തയ്യാറാക്കുന്നത്. നമ്മളൊക്കെ സാധാരണ പരിപ്പ് വേവിച്ച് പാലൊഴിച്ച് വേവിച്ച് അങ്ങനെയാണ് പായസം വയ്ക്കാറ്. ഇതൊരു വേറെ തരത്തിലാണ്. അത് നല്ല രസകരമായിട്ട് തോന്നി. കൂടാതെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ടേസ്റ്റോ അപാരം. അങ്ങനെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. 2 തേങ്ങയുടെ പാലാണ് എടുത്തത് കേട്ടോ. 1-ാം പാല് 2-ാം പാല് കണക്കിന് അതെടുത്തു. 1 കിലോ ശർക്കര, നാഴി പരിപ്പ് പായസപ്പരിപ്പില്ലേ, അത് നാഴി പരിപ്പാണ് എടുത്തത്. പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പ് അതൊക്കെ നമ്മൾ ധാരാളം ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഇതാ തേങ്ങ കുറച്ച് നേരം എടുക്കും. വഴറ്റി ആ ഒരു പരുവാവാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ അത് നല്ല അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ഓണത്തിൻ്റെ അന്നാണ് ഈ പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് വിരുന്നും പോകണം, എല്ലാ കറികളും ഉണ്ടാക്കണം. അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ സമയം തികയില്ല എന്ന് തോന്നി. പിന്നെ ഒരു പായസം ഓൾറെഡി പാലട പ്രഥമൻ നമ്മൾ മേടിച്ചു. അപ്പോൾ എല്ലാം കൂടി വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ സ്കൂൾ തുറക്കും. അപ്പോൾ പിന്നെ നമ്മൾ പായസം വയ്ക്കണമെങ്കിൽ കുറേ ദിവസം കഴിയും. എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് പരിപ്പ് പ്രഥമൻ. അപ്പം എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത ഐറ്റംസ് ഇടാറായിട്ടുണ്ട്. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ അടിപൊളിയായില്ലേ? ഞാനും ചെറുതായിട്ടൊക്കെ അടിച്ചു പൊളിച്ചു. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പിട്ടു. അതിങ്ങനെ നന്നായി ഒരു ചെറുതായി ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് മുന്തിരിയും ചേർക്കാം. അല്ലെങ്കിൽ ആ അണ്ടിപ്പരിപ്പിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ അത് ഒരു ഭംഗി ഉണ്ടാവില്ല പായസത്തിൽ കിടക്കുന്നത് കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം അടുത്തതായി മുന്തിരിയും അത് കൂടെ തന്നെ ഇട്ട് നന്നായി ചൂടാക്കി പൊരിച്ചെടുക്കാം. ഏകദേശം അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുന്തിരി ഇട്ടു. കുറച്ചും കൂടി ഇടാം. കുറച്ചിട്ടപ്പോഴേക്ക് തോന്നി കുറച്ചും കൂടി ഇടാമെന്ന് തോന്നി. അങ്ങനെ ആ മുന്തിരി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും ഒക്കെ നന്നായി അതിൻ്റെ ഒരു പരുവമായി
തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് അതിൻ്റെ അടുത്ത ഹൈലൈറ്റ്. പായസത്തിൻ്റെ പ്രധാന ഹൈലൈറ്റാണ് നമ്മൾ ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇനി എന്തായി ഇതിലൊഴിക്കാൻ പോകാമെന്നല്ലേ. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് ശർക്കര പാനിയാക്കിയതാണ് കേട്ടോ. ഈ പായസം ഉണ്ടാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പായസം കുടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയൊക്കെ ഈ ശർക്കര പാനിയിൽ കിടന്ന് വെന്ത് ആ ഒരു ശർക്കരയുടെ മധുരം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം നല്ല അതിൽ കിടന്ന് വെന്ത് അതിനാ രുചി ആ 3 ഐറ്റംസിലും ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മളിതാ അടുത്തതായിട്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നന്നായി തിളച്ച് ഒന്ന് നന്നായി സെറ്റാവണം. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം അതിൽ നന്നായി പിടിച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മളതാ ഇനിയാണ് നമ്മൾ അടുത്തത് ചേർക്കുന്നത് പരിപ്പ്. വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം അധികമായി പരിപ്പ് വേവിച്ചപ്പോൾ. അപ്പോൾ നമ്മളത് ഊറ്റിയെടുത്ത് ഉടച്ചെടുത്തിട്ടാണ് ഇനി പായസത്തിൽ നമ്മൾ ഈ പരിപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ നന്നായി യോജിപ്പിച്ച് എടുക്കുകയാണ്. പരിപ്പ് നന്നായി യോജിപ്പിച്ച് ശർക്കരയായി യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉടഞ്ഞതൊക്കെ അതിൽ നന്നായി ചേർന്ന് വരും. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പായസം ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങയൊക്കെ താഴ്ന്നു പോവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഈ പായസത്തിൽ അതിങ്ങനെ പൊന്തി കിടക്കുന്നത് കാണാം. അതാണ് അതിൻ്റെ ഒരു രസം. നമ്മൾ നെയ്യിൽ വറുത്ത് ഇടുമ്പോൾ പാറി കിടക്കില്ലേ, അതുപോലെ നല്ല ഭംഗിയിലത് ഇങ്ങനെ പായസത്തിൽ മുകളിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇത് നന്നായി തിളച്ചതിന് ശേഷം തിളച്ച് വരുമ്പോൾ ഇനി 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒഴിക്കണം. ഏലക്കായ ഇടണം. ഇതൊക്കെ അവസാനമാണ് ഇടുക കേട്ടോ. ഏറ്റവും അവസാനം ഇടുന്നതാണ് ഏലക്കായ. അപ്പോൾ ഇനി ഇതൊക്കെ ഇതിൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ പരിപ്പ് കുറച്ച് വെള്ളം അധികമായി എന്ന് പറഞ്ഞില്ലേ, അത് ഞാനവിടെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പ് ഉടച്ച ഒരു കുറുകിയ വെള്ളമായിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരപ്പാനിയും പരിപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങ വറുത്തതും എല്ലാം കൂടി നന്നായി തിളച്ചതിൽ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് 2-ാം പാല് മാത്രം കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് തോനെ വെള്ളമായി. പക്ഷേ ഇതെല്ലാം കുറുകി വന്നു കഴിഞ്ഞാൽ പായസം അടിപൊളിയാവും. അതിലൊരു സംശയവും ഇല്ല കേട്ടോ. കാരണം റെസിപ്പി പറഞ്ഞു തന്നത് രമ്യയുടെ അച്ഛനാണ്. അവരുടെ കൈപ്പുണ്യം നമുക്ക് കിട്ടിയില്ലെങ്കിലും ആ ഒരു രീതിയിലൂടെ നമ്മൾ പാചകം ചെയ്യുന്നത് കൊണ്ട് ആ ടേസ്റ്റ് എന്തായാലും വരും. അതാണ് ഒരു സന്തോഷം. അങ്ങനെ നമ്മളിത് ഇളക്കി പായസം തള വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തള വന്ന് ഇങ്ങനെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നന്നായി തിള വന്നു തുടങ്ങി. ഇനി ഇത് നന്നായി തിളച്ച് കുറുകി നല്ലൊരു പരുവമാവണം. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു വീഡിയോ എടുത്തിട്ട് വാട്സപ്പിലൂടെ സ്റ്റാറ്റസൊക്കെ വയ്ക്കും. അപ്പോൾ എല്ലാവരും കുറേ പേര് കമൻറ്റൊക്കെ പറയും. അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പായസം നന്നായി തിളച്ച് ഇങ്ങനെ നല്ലൊരു പരുവമായിട്ട് വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പായസം നമ്മൾ തിളച്ച് വരുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ അടിച്ചു വാരി. അതിൻ്റെ ഇടയിൽ അമ്മ അവിയലുണ്ടാക്കാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകി കൊടുത്തു. അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ
ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം അമ്മയുടെ അവിയൽ ഇതാ ഈ പരുവായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കുക്കറിൽ വേവിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അങ്ങനെ പായസം ഇതാ അതിൻ്റെ നല്ലൊരു സ്റ്റേജിലേക്ക് വറ്റി വന്നിട്ടുണ്ട്. രുചികരമായ പായസം നല്ല കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം അടിപൊളിയായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അതിലേക്ക് ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പായസം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണ് നമുക്ക് അമ്മയൊക്കെ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു ലേശം ഒരു തുണ്ട് തളയാണ് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പം അമ്മ അതൊക്കെ പാത്രത്തിലുള്ളതൊക്കെ നന്നായി തുടച്ചതിൽ ഒഴിച്ചു കിട്ടും. അങ്ങനെ പായസം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് അതെല്ലാ ഭാഗത്തേക്കും ആയി സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പായസം അടിപൊളിയായി റെഡിയായി സെറ്റായി. നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു. ഇനി അതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻ്റായ ഏലക്കായ പൊടിച്ചത് ചേർക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏലക്കായ ഒന്ന് കുത്തി പൊടിച്ചു. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു 2-3 ഏലക്കായുടെ തോലും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു നല്ല മണം ഉണ്ടാവും ഒന്ന് തിളച്ച് വരുമ്പോഴേ. അങ്ങനെ നമ്മുടെ രുചികരമായ ചെറുപയർ പരിപ്പ് പായസം ഇതാ റെഡിയായി കഴിഞ്ഞു. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പാറിക്കിടക്കുന്നത് കാണാം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആ ശർക്കരപ്പാനിയിൽ വെന്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും ഒക്കെ നല്ല രസകരമായിട്ട് അതിൽ പൊന്തി കിടക്കുന്നത് കാണാം. അതാണ് ഈ പായസത്തിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ അണ്ടിപ്പരിപ്പിനൊക്കെ അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇതിൽ എന്താണ് ശർക്കരപ്പാനിയുടെയും പരിപ്പിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാവിലെ രുചിമുകുളങ്ങളൊക്കെ അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് പായസം കുടിക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. വളരെ രുചികരവും കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല മണമുള്ളതുമായ പായസം. അതിലിങ്ങനെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, തേങ്ങ എല്ലാം ഇങ്ങനെ പൊന്തി കിടക്കുന്ന നല്ലൊരു മണത്തോടു കൂടിയുള്ള രുചികരമായ പായസം റെഡി.